ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. പാർലമെൻറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. ധനകാര്യമന്ത്രി എക്കണോമിക് സർവേ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കും. അതിനുശേഷം നാളെ 11 മണിക്ക്, രാവിലെ 11 മണിക്ക് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കും. തീർച്ചയായിട്ടും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ഇന്നും നാളെയൊക്കെ. അതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ക്ലോസിംഗ് ആയിരുന്നു. ഒപ്പം US GDP Q4 GDP ഡാറ്റ ഇന്നലെ അനൗൺസ് ചെയ്തിരുന്നു. 2.3% എക്സ്പെക്റ്റ് ചെയ്തിരുന്ന 2.7%. അതുകൊണ്ട് തന്നെ ഇതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റാണ് അമേരിക്കൻ മാർക്കറ്റുകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. GDP താഴെ വരുന്നത് തീർച്ചയായിട്ടും US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് അമേരിക്കൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ Q1 റിസൾട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. ആപ്പിളിൻ്റെ ഫിനാൻഷ്യൽ ഇയർ ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെയാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഫിനാൻഷ്യൽ ഇയറും ഒക്ടോബർ ടു സെപ്റ്റംബറാണ്. ആപ്പിളിൻ്റെ Q1 സെയിൽസ് ബിലോ എക്സ്പെക്റ്റേഷനാണ്, പക്ഷേ ഗൈഡൻസൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ അവേഴ്സിൽ ആപ്പിൾ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം IBM Q4 റിസൾട്ട് ബെറ്റർ ആയിരുന്നു അനൗൺസ് ചെയ്തിരുന്നത്. പുതിയ റെക്കോർഡ് ഹൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്റൽ കോർപ്പറേഷൻ Q4 ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ അവേഴ്സിൽ ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് ആണ് ഇന്നലെ താഴെ വന്നിട്ടുള്ളൊരു സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ഗോൾഡ്, നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റുകളിൽ പറഞ്ഞ പോലെ ഗോൾഡ് റാലി തന്നെയാണ്. ഗോൾഡ് സ്പോട്ട് ഗോൾഡ് $2,803.4 പെർ ഔൺസ് വരെ ഉയർന്നിട്ടുണ്ട്. ഇപ്പം മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $2,798 പെർ ഔൺസ് ആണ്. അതോടൊപ്പം തന്നെ ഏപ്രിൽ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന $2,848 പെർ ഔൺസിനാണ്. $2,859 പെർ ഔൺസ് വരെ ഉയർന്നിരുന്നു. ഗോൾഡ് വലിയ രീതിയിൽ മുന്നേറുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ സിൽവറും റാലി ചെയ്യാണ്. സിൽവർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മാർച്ച് ഫ്യൂച്ചേഴ്സ് $32.62 പെർ ഔൺസ് ആണ്. മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ കോപ്പർ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. മറ്റ് കമ്മോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗോൾഡിനെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റകളെല്ലാം തന്നെ ഗോൾഡിനും സിൽവറിനും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഗോൾഡ് വീണ്ടും റാലി ചെയ്യുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് അമേരിക്ക വലിയ രീതിയിൽ താരിഫൊക്കെ ഇമ്പോസ് ചെയ്യുമ്പോൾ പല രാജ്യങ്ങളും ഡോളറൈസേഷൻ്റെ ഭാഗമായിട്ട് അവർ സേഫ് ഹവനസ് ആയിട്ട് അസറ്റായിട്ട് US ഡോളറിന് പകരം ഗോൾഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇത് തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി എക്കണോമിക് സർവേ പാർലമെൻറ്റിൽ വയ്ക്കുകയാണ്. സർവേക്ക് ശേഷം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് മാർക്കറ്റിൽ ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ വന്നേക്കാം. അതിൻ്റെ ഇമ്പാക്റ്റൊക്കെ പല സ്റ്റോക്കുകളിലും കാണാൻ സാധിക്കും. നാളെ രാവിലെ 11 മണിക്ക് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് ക്യാപെക്സ് ഇൻക്രീസ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് സർവീസസിന് സോപ്പുകൾ, ഷിപ്പ് ബിൽഡിങ്ങിന് ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാറ്റസ്, അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് സ്ലാബിലൊക്കെ മാറ്റം വരുത്തിയേക്കാം. മിഡിൽ ക്ലാസ്സിനുള്ള ഇൻകം ടാക്സ് റേറ്റിലൊക്കെ മാറ്റം വരുത്തിയേക്കാം. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ബഡ്ജറ്റ് അവതരണത്തിന് ശേഷമാണ് നമുക്കൊക്കെ ഇത് വിലയിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മിക്സഡ് റിസൾട്ടുകൾ തന്നെയാണ്. കല്യാണിൻ്റെ റിസൾട്ട് നില വന്നിരുന്നു. കല്യാൺ ജുവല്ലേഴ്സ് 220 കോടിയാണ് നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 130 കോടിയായിരുന്നു. കഴിഞ്ഞ ക്വാർട്ടറിൽ 150 കോടിയായിരുന്നു. അതുപോലെ തന്നെ റവന്യൂ 39% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ന്യൂസ് കല്യാണിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. പക്ഷേ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. എബിറ്റ മാർജിൻ നോക്കുകയാണെങ്കിൽ 6.02% ഉള്ളൂ. കഴിഞ്ഞ ഇയർ ആണെങ്കിൽ 7.08% ആണ്. റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മൾ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൈറ്റൻ്റെ PE ആയിട്ട്
കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതേ ഗ്രോത്ത് കല്യാൺ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ 700-750 രൂപ ലെവലിലേക്കൊക്കെ കല്യാൺ സ്റ്റോക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ലോങ് റണ്ണിൽ, പ്രൊവൈഡഡ് ദാറ്റ് ഗ്രോത്ത് റേറ്റ് കണ്ടിന്യൂ ചെയ്യണം. അതോടൊപ്പം തന്നെ ഗ്രീൻലാം ഇൻഡസ്ട്രീസ് 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അഡാനി എൻ്റർപ്രൈസിൻ്റെ Q3 റിസൾട്ട് വളരെ മോശമായിരുന്നു. കോൾ ട്രേഡിങ്ങിലുള്ള ലോസും ഫോറക്സ് ലോസുകളൊക്കെയാണ് മേജറായിട്ട് അഡാനി എൻ്റർപ്രൈസസിൻ്റെ റിസൾട്ടിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. അഡാനി എൻ്റർപ്രൈസസിൻ്റെ അണ്ടറിലുള്ള മറ്റ് സബ്സിഡിയറികളുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയൊക്കെ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഫാള് കറണ്ട് ലെവലിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്നാലും ഓസ്ട്രേലിയൻ കോൾ മൈനുകളുടെ പ്രോഫിറ്റബിലിറ്റി അഡാനി എൻ്റർപ്രൈസിൻ്റെ റിസൾട്ടിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അഡാനി പോർട്ടിൻ്റെ റിസൾട്ടും വന്നിരുന്നു, സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഓൾറെഡി ഇന്നലെ മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഒരുപക്ഷെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മോഡിലേക്ക് മാറുകയാണെങ്കിൽ ഈ സ്റ്റോക്കുകളും ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിലേക്ക് മാറാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. ഗോൾഡ് തന്നെയാണ് ഇന്നലത്തെയും ഇന്നത്തെയൊക്കെ താരം. അതിനനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഗോൾഡ് ലോൺ NBFCകളിലൊക്കെ കാണാം. അതോടൊപ്പം തന്നെ പല ഗോൾഡ് ജുവലറി സ്റ്റോക്കുകളിലും ഒരുപക്ഷെ മുന്നേറ്റമൊക്കെ കണ്ടേക്കാം. ഗോൾഡിനോടുള്ള ഇഷ്ടം എക്രോസ് ദ ഗ്ലോബ് ജനങ്ങൾക്കായാലും സെൻട്രൽ ബാങ്കുകൾക്കായാലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഡ് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. നമുക്കെല്ലാവർക്കും നല്ലൊരു യൂണിയൻ ബഡ്ജറ്റും അതുപോലെ തന്നെ എക്കോണമി സർവേയിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള ന്യൂസൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ചെറുതായിട്ടുള്ളൊരു പോസിറ്റീവ് റിയാക്ഷനൊക്കെ കണ്ടേക്കാം. അല്ലാത്ത പക്ഷം ബഡ്ജറ്റ് ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും ഒരു നെഗറ്റീവ് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലൊക്കെ കാണാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് പറയുന്നത് അമേരിക്കയിൽ ഇൻകം ടാക്സ് എടുത്തു കളയുന്നതാണ് പറയുന്നത്. 1870 മുതൽ 1913 വരെ അമേരിക്കയിൽ ഇൻകം ടാക്സ് ഉണ്ടായിരുന്നില്ല. അതിന് പകരം മറ്റ് രാജ്യങ്ങളിൽ മേൽ താരിഫായിരുന്നു. അപ്പോൾ താരിഫ് കൊണ്ട് അമേരിക്കൻ എക്കണോമി ഗ്രോ ചെയ്യും, ഇൻകം ടാക്സ് അമേരിക്കൻ ജനതയ്ക്ക് ആവശ്യമില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പല സ്റ്റേറ്റ്മെൻറ്റുകളും മാറി പറയുന്നുണ്ട്. ബ്രിക്സ് കൺട്രികളിൽ മേൽ 100% താരിഫ് ഇമ്പോസ് ചെയ്യുന്നു വീണ്ടും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി നാളെ മാറ്റി പറയുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അതായത് അതിൻ്റേതായ ഇമ്പാക്റ്റുകളൊക്കെ ഗ്ലോബൽ മാർക്കറ്റുകളിലും അമേരിക്കൻ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി മാറിക്കഴിഞ്ഞതുകൊണ്ട് എത്രത്തോളം സീരിയസ് ആയിട്ട് മാർക്കറ്റ് ഇതിനെടുക്കുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. ഇതൊക്കെയാണ് മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. നമുക്ക് പ്രധാനം ഇന്നത്തെ എക്കണോമി സർവേ, നാളത്തെ യൂണിയൻ ബഡ്ജറ്റാണ്. അപ്പോൾ എല്ലാവരും വളരെ കോഷനോട് കൂടി ഇരിക്കുക. ബഡ്ജറ്റിന് ശേഷം ഏതെല്ലാം സെക്ടറുകളിലും ഏതെല്ലാം സ്റ്റോക്കുകൾക്കൊക്കെയാണ് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടുന്നതിന് ശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലിസ്റ്റ് എടുക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.